കോടതിയിൽ പോയിട്ട് പോലും നമുക്ക് ഒരു മോചനം കിട്ടിയിട്ടില്ല. കാരണം ഗവർണറിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നിർഭാഗ്യവശാൽ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഗവർണറുടെ ക്യാരക്ടേഴ്സ് നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോയി. അത് ദൗർഭാഗ്യമാണ്, നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലാർക്കുമാരായിട്ട് കിട്ടും. കാരണം അത് വേണം. കാര്യം വെച്ചാൽ ഒരാൾ രാഷ്ട്രീയ നേതാവാകുമ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലി വേണം. അപ്പോൾ ഏറ്റവും എളുപ്പം ബാങ്ക് ജോലി വാങ്ങുക. മിക്കവാറും ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാരും വളരെ മാന്യമായി ഗവർണർ അനാവശ്യമായി ഇടപെടരുത് എന്ന രീതിയിൽ സ്നേഹബുദ്ധിയ ഉപദേശിച്ചു പോവുക എന്നുള്ള ഒരു അദ്ദേഹം കൃത്യമായിട്ടും ചൂഷണം ചെയ്യുകയല്ലേ ആ ഒരു നിലപാട്? ആര്? ഈ ഗവർണർ ചൂഷണം ചെയ്യുന്നില്ല. സംശയം എന്താ? ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഗവർണർമാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അവർ വളരെ ഫ്രീ ആയിരുന്നു, അവർ ഇടപെട്ടു. പക്ഷേ ഇവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു പരിധിവരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ചു. നമസ്കാരം. കേരളത്തിലെ സർവകലാശാലകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേദിയാവുകയാണ്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായുമൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ വലിയ അറിവും അവഗാഹവുമുള്ള കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ നേതാവുമായിട്ടുള്ള ശ്രീ RS ശശികുമാറാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. സർ, മംഗളം TV-യിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാലകൾ വലിയ വിവാദ കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലം മുതൽ വിവാദങ്ങളായി തുടങ്ങി. ചാൻസലർ ആയിട്ടുള്ള ഗവർണറുടെ ഒരു പിടിമുറുക്കൽ വരുന്നു, സംഘപരിവാർ രാഷ്ട്രീയമെന്ന് പറയുന്നു, കാവ്യവൽക്കരണം എന്ന് പറയുന്നു. അതൊക്കെ കടന്ന് ഇപ്പോൾ UDF ഗവൺമെൻറ് വരുമ്പോൾ ഒരു പടി കൂടി കടന്ന് ഒരുപക്ഷെ ഇടതുപക്ഷത്തിനടക്കം ആക്രമിക്കാവുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ അത്തരം ആക്രമണങ്ങൾ UDF ഗവൺമെൻറ്, പ്രത്യേകിച്ചും VD സതീശൻ ഗവൺമെൻറ് നേരിടുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നതിൽ സാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായി, കേരള സിൻഡിക്കേറ്റ് മെമ്പറായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ഭരണമായിരുന്നു, അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. സിൻഡിക്കേറ്റിലും ആ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സാർ എത്രത്തോളം ഈ പറയുന്ന ഇടതുപക്ഷ ആരോപണങ്ങളെ, ഈ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം അടിസ്ഥാനപരമായി വസ്തുതയുണ്ട്? അല്ല, കാവ്യവൽക്കരണമായാലും ചുവപ്പുവൽക്കരണമായാലും ത്രിവർണ്ണവൽക്കരണമായാലും ഒരിക്കലും അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇതിനെല്ലാം എതിരാണ്. സർവകലാശാല മേഖല നിഷ്പക്ഷമായിരിക്കണം. എല്ലാ മേഖലയിലും പ്രഗത്ഭന്മാരായിട്ടുള്ള ഫാക്കൽറ്റികളുണ്ട്, നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളിവിടെ ഇതിനെ പൊളിറ്റിക്കലാക്കിയത് CPM ആണ്. കാരണം ഈ പാർട്ടിക്ക് വളർത്തുന്നതിനുള്ള ഒരു മെക്കാനിസമായി വിദ്യാഭ്യാസ മേഖലയെ മാറ്റി. ഇതാണ് സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണം. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് സർവകലാശാലകൾ അതിൻ്റെ സിൻഡിക്കേറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ സെനറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ വൈസ് ചാൻസലർ ആയിക്കോട്ടെ, ഒരു പാർട്ടിയാണിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഭരിക്കുന്ന ഗവൺമെൻറ് ഏതോ അതിൻ്റെ കൺട്രോളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അതിനപ്പുറത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴാണ് ഈ സർവകലാശാലകളിൽ അദ്ദേഹത്തിൻ്റെ ചാൻസലർ എന്ന പദവിയുടെ ആ ഒരു എന്താണ്, പണ്ട് ഈ TN ശേഷനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ വന്നു എന്ന് പറഞ്ഞ രീതിയിൽ അത്തരമൊരു ഉശിര് പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അതിനുശേഷം രാജേന്ദ്ര ആർലേക്കർ വരുന്നു, അതേ പാതയിലാണ്, ശക്തമായ ഇടപെടലാണ്. MG യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക VC അദ്ദേഹം അങ്ങ് നിയമിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ VC RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സെനറ്റിനെ അങ്ങനെ നിയമിക്കുന്നു. എൻ്റെ ചോദ്യം കറക്റ്റായിട്ട് ഞാൻ സാറിൽ നിന്നും ഞാനടക്കം പ്രേക്ഷകരടക്കം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് അങ്ങനൊരു സംഘപരിവാർ വൽക്കരണം എന്നത് ഇടതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ അത്തരമൊരു അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ? അല്ല, യാഥാർത്ഥ്യം ഇല്ലെന്ന് പറയാൻ ഒക്കില്ല. കാരണം പക്ഷേ അത് പറയുവാൻ CPM-ന് അവകാശമില്ല, ഇടതുപക്ഷത്തിന് അവകാശമില്ല. അവരെന്ത് ചെയ്തോ അത് തന്നെയാണ് ഇപ്പോൾ BJP-യും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം, കേരളം വിട്ട് പറയാം. JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സർവകലാശാലയാണ്. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്ഥാപിച്ചതാണ്. പക്ഷേ ആ സർവകലാശാല പൂർണ്ണമായും CPM-ൻ്റെയും SFIയുടെയും നിയന്ത്രണത്തിലാണ്. കാരണം കോൺഗ്രസ് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഈ മേഖലയിലൊന്നും ശ്രദ്ധിക്കില്ല. അവിടെ CPM-ൻ്റെ താവളമാക്കി മാറ്റി. അത് യഥാർത്ഥത്തിൽ യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികളായിരുന്ന കാലത്താണ് ശക്തമായി അടിത്തറ ഉണ്ടാക്കിയത്.
CPM-ന് ഒരു ഗുണമുള്ളത്. പക്ഷേ അവിടെ എനിക്കൊരു സംശയം സാറേ, അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ, അതായത് ഈ സെനറ്റ് സിൻഡിക്കേറ്റ് പോലുള്ള സംഭവങ്ങൾ, അത്തരം സംഭവങ്ങൾ അവിടെ CPM-ന് നിയന്ത്രണമുണ്ടോ? അതേ വിദ്യാർത്ഥി സംഘടനകളിലാണ്? അല്ല, വിദ്യാർത്ഥി സംഘടനകളിലാണ്. അതെ. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടന മെരിക്കാൻ പറ്റിയ ആൾക്കാരല്ല കോൺഗ്രസ് നിയോഗിക്കുന്ന സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്. അതെ, അവിടെയാണ് അല്ല, രാഷ്ട്രീയം. ഇന്നും കേരളത്തിലെ സർവകലാശാലകളിലും സാർ പറഞ്ഞ രീതിയിൽ SFIക്ക് തന്നെയാണ് മുൻതൂക്കം, ആ ആധിപത്യം. അതെ, ഇത് ഞാനിത് JNU-നെ കുറിച്ച് പറഞ്ഞത്, JNU-വിൽ അതായിട്ട് കോൺഗ്രസിൻ്റെ പീരീഡിൽ മുഴുവനും JNU-ലെ പ്രൊഫസേഴ്സ് മുഴുവനും SFI. അപ്പോൾ എന്ത് വരും, അവർ CPM ആയിരിക്കുമ്പോൾ അവരെ താഴോട്ടേക്കുള്ള കുട്ടികളെ മുഴുവനും ആ ലൈനിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ സംഭവിച്ചത് എന്താ? അതിൻ്റെ നേരെ റിവേഴ്സാണ്. സാറിപ്പോൾ ഈ നമ്മുടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വന്നപ്പോൾ ഒരു 10 കൊല്ലത്തെ സിസ്റ്റത്തെക്കുറിച്ച് ഏകദേശം നടന്നു വന്നിരുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് സാർ ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റം, സിസ്റ്റത്തിൻ്റെ ഒരു കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ അതിൻ്റെ മേന്മയോ കോട്ടമോ ഒക്കെ സാറിന് പ്രകടമായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമുക്കറിയാം, സർവകലാശാലകളെ സംബന്ധിച്ച് അത് ഒരുപാട് കുട്ടികളുടെ ഭാവിയാണത്, ഫ്യൂച്ചറാണത്, അത് ഒരുപാട് ജീവിതങ്ങളാണ്. ശരിക്കും പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു ഫയൽ ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ജീവിതമാണ്, അതൊരു കുടുംബമാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കെട്ടിക്കിടക്കുന്നു, അധ്യാപകരുടെ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആ സർവകലാശാലയിൽ ഒരുപാട് പേരുടെ ഭാവി പന്താടുകയാണ്. സാറിന് മനസ്സിലായത് എന്താണ് ഈ സിൻഡിക്കേറ്റിലേക്ക് വന്നത്? അതിനുണ്ടായ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ BJP-യും CPM-ഉമായിട്ടുള്ള ഒരു CPM അല്ല, ഗവർണറും CPM-ഉമായിട്ടുള്ള ഒരു സംഘർഷമാണ് ഈ പ്രശ്നത്തിൽ കാരണം. ഒരിക്കലും യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ എന്ന നിലയിൽ അല്ല, ഗവർണറാവട്ടെ, ഏത് പാർട്ടിയുടെ ഗവർണറായാലും ഗവർണറും ഗവൺമെൻറ്റും യോജിച്ച് തന്നെ പോകണം. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറായിരിക്കുന്ന അവസരത്തിൽ കേരളത്തിൽ നടന്ന CPM നടത്തിയ വ്യാപകമായ രാഷ്ട്രീയ നിയമനങ്ങളിലാണ് തുടക്കം. എല്ലാ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ റിക്രൂട്ട്മെൻറ്റ് മുഴുവൻ നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ പണ്ട് നമ്മുടെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാരെയൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലാർക്കുമാരാണ്. അതെ, കാരണം അത് വേണം. കാര്യം വെച്ചാൽ ഒരാൾ രാഷ്ട്രീയ നേതാവാകുമ്പോൾ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലി വേണം. അപ്പോൾ ഏറ്റവും എളുപ്പം ബാങ്ക് ജോലി വാങ്ങുക. മിക്കവാറും ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഭാര്യമാരും ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. അത് മാറ്റി യൂണിവേഴ്സിറ്റിയാണ് ഇതിന് പറ്റിയൊരു വഴിയെന്ന് കണ്ടെത്തിയത് ഈ അടുത്ത കാലത്ത് CPM-ൻ്റെ യുവജനങ്ങളാണ്. അവർ വ്യാപകമായി അവരുടെ ഭാര്യമാരെല്ലാം പ്രൊഫസർമാർ, അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് നിയമിച്ചു. അത് ചോദ്യം ചെയ്തത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സാറ് തന്നെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുമായി വന്ന സാറ് തന്നെ അതിൻ്റെ സിൻഡിക്കേറ്റിലേക്ക്, അതിൻ്റെ ഒരു ആധികാരിക ബോഡിയിലേക്ക് എൻട്രി ആവുകയാണ്. UDF സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ എൻട്രി ആവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർവകലാശാല, ഞാൻ പറയുന്ന പ്രയാസമുണ്ട്, കുത്തഴിഞ്ഞിടക്കുകയാണ്. ഇതിനെ സ്ട്രീംലൈൻ ചെയ്യാനുള്ള ഒരു വലിയ ദൗത്യം നമ്മുടെ മുഖ്യമന്ത്രി പുതിയ നോമിനീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഉദ്യോഗസ്ഥന്മാരിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമുള്ളവരല്ല. അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അവരെ ഇൻഡിപെൻഡൻ്റായിട്ട് വിട്ടാൽ സർവകലാശാല മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ്. സാറ്, അവിടെ എനിക്കൊരു സംശയമുള്ളത്, അതായത് ഇപ്പോൾ ഗവർണർ ശക്തമായിട്ട് ഇടപെടുന്നു. സാർ പറഞ്ഞ രീതിയിൽ ഗവർണറും CPM തമ്മിലുള്ള തർക്കം എന്തോ ആവട്ടെ, ഗവർണർ ഇടപെടുന്നു. സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നു, അപ്പോഴും ഗവർണർ ഇടപെടുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ താൽക്കാലിക വിസ അദ്ദേഹം നിയമിക്കുന്നു, കാർഷിക സർവകലാശാലയിൽ അദ്ദേഹം നിയമിക്കുന്നു, സെനറ്റിനെ അദ്ദേഹം നിയമിക്കുന്നു. എത്രത്തോളം ഒരു ജനാധിപത്യപരമായ ഒരു ഗവൺമെൻറ് ഒരു സിസ്റ്റത്തെ, അതായത് ഇതിൻ്റെയൊക്കെ ഒരു ആധികാരിക ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെയാണല്ലോ. അപ്പോൾ ഒരു ജനാധിപത്യമായ ഒരു ഗവൺമെൻറ്റിന് ആധികാരികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരു ഗവർണർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻറ്റിയാണ്. അതങ്ങനെ കടന്നു ചെയ്യുന്നതിൽ അത് ഗുണകരമാണോ? ഞാൻ പറയട്ടെ, ഗവർണറെ ഇടപെടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയത് ഞാൻ ഇപ്പോഴും പറയും CPM-ആണ്. ഗവർണർ അങ്ങനെയുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഗവർണർ എന്ന് പറയുന്നത് ഒരു ഓർണമെൻ്റൽ പോസ്റ്റ് ആണെങ്കിലും ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. പക്ഷേ ഗവർണർ എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഭരിക്കുക. പക്ഷേ ഗവൺമെൻറ്റിന് തെറ്റുവന്ന് തിരുത്താനുള്ള അധികാരം, അവകാശവും ഗവർണർക്കുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഗവർണർമാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ അവർ വളരെ ഫ്രീ ആയിരുന്നു, അവർ ഇടപെട്ടു. പക്ഷേ ഇവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു പരിധിവരെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ചു. അതിന് കാരണം ഇവിടെ നടക്കുന്ന മുഴുവനും അതിരുവിട്ട പ്രവർത്തനമാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചാൻസലർ എന്ന പദവി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ TN ശേഷൻ
ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരം എന്താണെന്ന് കണ്ടതുപോലെ ആരിഫ് ഖാൻ ഉപയോഗിച്ചു. പക്ഷേ ഈ അധികാരം കൊടുത്ത ആരാ? സ്റ്റേറ്റ് കൊടുത്തേക്കുന്ന അധികാരമാണ്. സ്റ്റേറ്റിൻ്റെ ആക്ട് അനുസരിച്ചുള്ള ഗവർണറുടെ അധികാരമല്ല, ചാൻസലറുടെ അധികാരം. ചാൻസലർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമപ്രകാരം കൊടുത്ത ഒരു അധികാരം ഉപയോഗിക്കുമ്പോൾ ആ സ്റ്റേറ്റിനോട് എപ്പോഴും ഗവർണർക്ക് ഒരു കടപ്പാടുണ്ടാവണം. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം ഇവരുമായിട്ടുള്ള CPM-ആയിട്ടുള്ള റിഫ്റ്റിൻ്റെ പേരിൽ ആ റിഫ്റ്റ് കൂടി അവിടെ തന്നെയാണ് എൻ്റെ ചോദ്യം. അതാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഈ മീൻസ് ഈ LDF ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വന്നു. അപ്പോൾ സാറിൻ്റെയൊക്കെ ശക്തമായ സാറൊരു ശക്തമായ കോൺഗ്രസ് പാത പിന്തുടരുന്ന ആളാണ്. അപ്പോൾ UDF ഗവൺമെൻറ് വരുന്നു, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. അത്തരമൊരു ഘട്ടത്തിലും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അഭിപ്രായങ്ങളെ മറികടന്ന് MG സർവകലാശാലയുടെ VC, കേരള കാർഷിക യൂണിവേഴ്സിറ്റിയുടെ VC ഈ ഉന്നത ബോഡികളിലേക്കൊക്കെ ഗവൺമെൻറ്റിനോട് ആലോചിക്കാതെ തീരുമാനം നടപ്പാക്കുന്ന രീതി, അത് കേരള സർക്കാരിൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ എന്ന രീതിയിൽ വയ്ക്കുമ്പോൾ അത് ആശാസ്യമാണോ? അത് ശരിക്കും വാസ്തവത്തിൽ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതികമായി ഒരു ആക്ടിലൂടെ അദ്ദേഹം ചാൻസലർ ആയിരിക്കുകയാണ്. ആ ഒരു ബോധ്യം വാസ്തവത്തിൽ ഗവർണർക്ക് വേണ്ടതാണ്. പക്ഷേ ഇവിടെയുള്ള BJP എന്ന് പറയുന്നത് വളരെ ദുർബലമായ, ഇപ്പോഴും അവർക്ക് ഭരിക്കുന്നതിന് വേണ്ടിയുള്ള അംഗബലമൊന്നും ഒരിക്കലും കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പറ്റില്ല. നോർത്ത് പോലെ കേരളത്തിലൊന്നും അവർക്ക് വളർന്നു വരാനുള്ള ഒരു അവസരം കിട്ടില്ല. പക്ഷേ അവർ വളരാൻ കാണിക്കുന്ന ആവേശം, അതിനുവേണ്ടി അവർ ചെയ്യുന്നത് ആൾക്കാരെ ലോൺ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പല ആൾക്കാരെയും പുതിയ പുതിയ സ്ഥാനങ്ങൾ തരാമെന്ന് മോഹിപ്പിച്ച് അവരുടെ കയ്യിൽ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്ന സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഇപ്പോൾ വൈസ് ചാൻസലർമാരുമായിട്ടുള്ള നോമിനേഷൻ. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, MG യൂണിവേഴ്സിറ്റി സെനറ്റിലേക്കുള്ള നോമിനേഷൻ ചാൻസലറുടെ 18 നോമിനികളുണ്ട്. 18 നോമിനേറ്റ് വ്യത്യസ്ത ഫീൽഡുകളിലാണ്. ആ വ്യത്യസ്ത ഫീൽഡിലെ ഒരു നോമിനി എടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, മുൻകാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി ഗവൺമെൻറ്റാണ് ചാൻസലർ നിയമിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ വ്യൂ സെനറ്റിൽ വേണമെന്നുള്ളതാണ് ആഗ്രഹം. അല്ലെങ്കിൽ ചാൻസലറുടെ വ്യൂ അവിടെ വരുമ്പോൾ ടെക്നിക്കലി ചാൻസലർക്ക് നോമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 18 നോമിനികളെ ഗാന്ധി യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്റ്റഡ് ഗവൺമെൻറ്റിന് ഒരു പോളിസി ഇല്ലേ? ആ പോളിസി എങ്ങനെ നടപ്പിലാക്കും? അപ്പോൾ ആ പോളിസി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ ചാൻസലറുടെ ഭാഗത്തുനിന്ന് അഭികാമ്യമല്ല. അവിടെ സാറേ എനിക്കൊരു സംശയം. അപ്പോൾ പണ്ട് ഈ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും ഒക്കെ നേർക്കുന്ന ഒരു ഫൈറ്റായിരുന്നു. ആ ഒരു ഫൈറ്റിൻ്റെ രീതി, ആ ഒരു സ്പിരിറ്റിൽ VD സതീശൻ സർക്കാരിൽ നിന്ന് കാണുന്നില്ല. അത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, വാസ്തവത്തിൽ ഇപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ നയം വെച്ചാൽ ഗവർണറുടെ അധികാരങ്ങൾ, അത് ഗവർണർ നിലയിലായാലും യൂണിവേഴ്സിറ്റി ചാൻസലർ നിലയിലായാലും വിപുലമായ അധികാരങ്ങളുണ്ട്. കോടതിയിൽ പോയിട്ട് പോലും നമുക്ക് ഒരു മോചനം കിട്ടിയിട്ടില്ല. കാരണം ഗവർണറിൽ നിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നിർഭാഗ്യവശാൽ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഗവർണറുടെ ക്യാരക്ടേഴ്സ് നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോയി. അത് ദൗർഭാഗ്യമാണ്, നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഇപ്പോഴ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ഗവൺമെൻറ് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടിയതുപോലെ വീണ്ടും ഏറ്റുമുട്ടി പോകണം എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കൊളാപ്സ് ആകും. അതുകൊണ്ട് വളരെ മാന്യമായി ഗവർണർ അനാവശ്യമായി ഇടപെടരുത് എന്ന രീതിയിൽ സ്നേഹബുദ്ധിയ ഉപദേശിച്ചു പോവുക എന്നുള്ള ഒരു അദ്ദേഹം കൃത്യമായിട്ടും ചൂഷണം ചെയ്യുകയല്ലേ ആ ഒരു നിലപാട്? ആര്? ഈ ഗവർണർ ചൂഷണം ചെയ്യുന്നില്ല. സംശയം എന്താ? ഗവർണർ ആ സ്പേസിന്, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഗവർണർ MG യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേഷൻ നടത്തി. ഒരു 18 നോമിനേഷനിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുള്ള 5 പേരെ നിയമിച്ചു. നമുക്കത് ന്യായീകരിക്കാം, കാരണം ഇത് ചാൻസലർ. പക്ഷേ ഈ 18 നോമിനേഷൻ നടത്തുന്ന പോലെ ഗാന്ധിയിൽ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമിച്ചു. അദ്ദേഹം BJP ആയിട്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അയാൾ എമിനൻ്റ് ആയിരിക്കണം. വളരെ സീനിയറായിട്ടുള്ള പ്രഗത്ഭന്മാരായ പ്രൊഫസർ MG സർവകലാശാലയിലുള്ളപ്പോൾ യാതൊരു കാലിബറും ഇല്ലാത്ത ഒരാൾ അടുത്ത കാലത്ത്, അദ്ദേഹം പണ്ട് അവിടുത്തെ CPM-ൻ്റെ അധ്യാപക സംഘടനയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കൊച്ചിയിൽ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയിൽ വന്നു. ഇപ്പോഴേ കാര്യം സാധിക്കാനായിട്ട് ഒരു പൊട്ടും തൊട്ട് BJP ആയി. ഉടൻ തന്നെ അദ്ദേഹത്തെ വൈസ് ചാൻസലറാക്കി. ഒരു തെറ്റായ മെസ്സേജാണ്. അതായത് സാറ് സംശയിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നു വരുന്നതും സംഘപരിവാർ വൽക്കരണം നമ്മുടെ സർവകലാശാലകളിൽ യാഥാർത്ഥ്യമായി എന്ന് തന്നെയാണോ? അല്ല, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്.
പക്ഷേ പൂർണ്ണമായിട്ടില്ല, പൂർണ്ണ സക്സസ് ആവില്ല. കാര്യം ആവില്ല. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ചില ആൾക്കാരെ പ്രതീക്ഷിക്കാമെന്നല്ലാതെ ഞാൻ വേറെ ചോദിക്കട്ടെ. കേരള യൂണിവേഴ്സിറ്റിയിൽ 2 നോമിനീസ് ഉണ്ട്. ഗവൺമെൻറ്റിന് സിൻഡിക്കേറ്റിൽ വ്യക്തമായ മെജോറിറ്റി UDF എങ്ങനെ ആ അജണ്ട നടപ്പിലാക്കാൻ പറ്റും? നടക്കില്ല. പക്ഷേ ഗവർണറുടെ അധികാരങ്ങൾ ചില ഭാഗത്ത് ഉപയോഗിക്കും. അവിടെ ഉപയോഗിച്ച് അവരെ ഇതിലേക്ക് ഇറക്കുമതി ചെയ്യുമല്ലോ. അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവർക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ജനങ്ങളുണ്ടാവണം. ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആണ്. ഇനി നാളെ ഇവന് മാറിപ്പോയി ഇവരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഇവരിനി അടുത്ത വേദിയിലോട്ട് പോകും. ഇവരാരും സാരിയായി ഇവരുടെ സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നത്. കാരണം സംഘപരിവാറല്ല ഇവരുടെ കാര്യം സാധിക്കാൻ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഇത് കാര്യസാധ്യ പദവികളാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള എനിക്ക് വ്യക്തിപരമായ നിലയിൽ അറിയാവുന്ന RSSൻ്റെ ചില അക്കാഡമിക്സ് അവരാരും രംഗത്തേക്ക് വരുന്നുമില്ല. അതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്ന ഗുണം സർവകലാശാല ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പോലെ ചാൻസലറുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് പോകണ്ട. അതേസമയം ചാൻസലർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കണമെന്നും അദ്ദേഹത്തെ കാണുമ്പോൾ ചില പ്രൈവറ്റായിട്ട് പറയുമായിരിക്കാം. പക്ഷേ എന്തായാലും കഴിഞ്ഞ ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നുള്ളതാണ് നല്ലത്.